വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും അടിച്ചു പൊളിച്ചല്ലോ അല്ലേ? അപ്പോൾ ഇനി കഥയിലേക്ക്. പറയാൻ ഇനിയും 51. പിറ്റേ ദിവസം വൈകുന്നേരം ഒരു ഓട്ടം കഴിഞ്ഞ് തിരികെ ഫ്ലാറ്റിലേക്ക് വരുന്നതിനിടയിലാണ് സുദേവിന്റെ ഫോണിലേക്ക് വിഭയുടെ കോൾ എത്തിയത്. തലേ ദിവസം നിശ്ചയം കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ വൈകിയത് കാരണം വരുണിന്റെ വീട്ടിൽ പോകാൻ സാധിക്കാതിരുന്നത് കൊണ്ട് ആ യാത്ര ഇന്നേ ദിവസം വൈകുന്നേരത്തേക്കാക്കിയിരുന്നു അവർ. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനായിരിക്കും എന്നോർത്താണ് അവൻ കാർ ഒതുക്കി നിർത്തിയിട്ട് അവളുടെ കോൾ അറ്റൻഡ് ചെയ്തത്. ഹലോ, കുട്ടിയേട്ടൻ എവിടെയുള്ളേ? കാറിന്റെ സ്പീക്കറിൽ കൂടി കേട്ട വിഭയുടെ ശബ്ദത്തിലെ പരിഭ്രമം തിരിച്ചറിഞ്ഞ സുദേവ് സ്പീക്കറിന്റെ ശബ്ദം അല്പം കൂടി കൂട്ടി. ഞാൻ ഫ്ലാറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താടാ? ഉണ്ണിയേട്ടനൊന്ന് വൈറ്റിലേ നിൽക്കാവോ? ഞാൻ അങ്ങോട്ട് വരാം. നമുക്കൊന്ന് രമച്ചിട്ടയുടെ വീട് വരെ പോണം. എന്താടാ പ്രശ്നം? നീ ഇപ്പൊ എവിടെ ഉള്ളത്? ഞാൻ ക്ലിനിക്കിൽ നിന്നും അങ്ങോട്ട് വരികയാ. ആ അനൂപ് അവനൊരു പെൺകൊച്ചിനെ വിളിച്ചിറക്കി കൊണ്ടുവന്നേക്കുന്നു. അവിടെ ആകെ പ്രശ്നമാണ്. കേട്ടതിന്റെ തകരാറാണോ എന്നറിയാൻ അവൻ ഒരിക്കൽ കൂടി എടുത്തു ചോദിച്ചു. പെൺകൊച്ചിനെയോ? ആന്നേ, രണ്ടും കൂടി പ്രേമത്തിലായിരുന്നു എന്നൊക്കെയാ പറയുന്നേ. ആ കൊച്ചാന്നേ ക്രിസ്ത്യാനിയും. ഷാജി കുഞ്ഞച്ചൻ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി കൊണ്ടിരിക്കുക. ഞാൻ വരാം, പക്ഷെ ഇനി എന്നെ കാണുമ്പോ നിന്റെ ഷാജി കുഞ്ഞച്ചന് അടുത്ത വട്ടിളകുമോ? പ്ലീസ് ഉണ്ണിയേട്ടാ. ഓക്കെ, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. നീ പോര്, ഞാൻ വൈറ്റില പാലത്തിന്റെ തുടക്കത്തിൽ വെയിറ്റ് ചെയ്യാം. ശരി. അവൾ കോൾ കട്ട് ചെയ്തതും സുദേവ് ഫോണെടുത്ത് ഹരിയെ വിളിച്ചു. 10-15 മിനിറ്റിനുള്ളിൽ വിഭ വൈറ്റില പാലത്തിനടുത്തെത്തി. സുദേവ് അവളെയും കാത്തവിടെ നിൽപ്പുണ്ടായിരുന്നു. സ്കൂട്ടി അവിടെ ഒതുക്കി വെച്ച ശേഷം അവൾ കാറിനകത്തേക്ക് കയറിയതും സുദേവ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. അവൻ ഇങ്ങനെയൊരു അഫെയർ ഉണ്ടായിരുന്ന വിവരം നിങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു? വണ്ടി മുന്നോട്ടു നീങ്ങുന്നതിനിടയിൽ സുദേവിന്റെ ചോദ്യം കേട്ട് അവൾ വിലങ്ങനെ തലയാട്ടി. ഇല്ലെന്നേ, സാധാരണ എല്ലാ കാര്യങ്ങളും അവൻ എന്നോട് പറയുന്നതാ. പക്ഷെ ഇത്... പറഞ്ഞത് മുഴുമിപ്പിക്കാതെ ചിന്തയിൽ മുഴുകിപ്പോയ അവളെ ശല്യപ്പെടുത്താൻ സുദേവ് പിന്നെ ശ്രമിച്ചതുമില്ല. 10 മിനിറ്റ് കൊണ്ട് അവർ ചിറ്റയുടെ വീടിന് മുന്നിലെത്തി. അകത്തെ ബഹളം കേട്ടിട്ടാണെന്ന് തോന്നുന്നു ഗേറ്റിന് മുന്നിൽ ഓട്ടോറിക്ഷക്കാർ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. വണ്ടി റോഡ് സൈഡിൽ ഒതുക്കിയ ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അകത്തുനിന്നും ഷാജി കുഞ്ഞത്തിന്റെ ശബ്ദം ഉയർന്നു കേട്ടു. വിഭയെയും സുദേവിനെയും കണ്ട ഓട്ടോറിക്ഷക്കാർ വഴി ഒഴിഞ്ഞു കൊടുത്തു. വീടിനടുത്ത് തന്നെ താമസിക്കുന്ന ഷാജി കുഞ്ഞച്ചന്റെ അനിയന്മാർ 2 പേർ പുറത്ത് വരാന്തയിൽ തന്നെ കുറ്റിയടിച്ചതുപോലെ നിൽക്കുന്നുണ്ട്. പടികൾ കയറി വരുന്ന വിഭയെ കണ്ട് ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവരവളെ നോക്കി. അകത്തേക്ക് കയറാൻ തടസ്സം പോലെ നിന്ന അവന്മാരെ ശരീരം കൊണ്ട് തള്ളിമാറ്റിയിട്ട് സുദേവ് അവൾക്ക് അകത്തേക്ക് കയറാനുള്ള വഴിയൊരുക്കി. മുൻവശത്തെ മുറിയിലെ സെറ്റിയിൽ അനൂപും അവനോട് ചേർന്ന് സുന്ദരിയായ ഒരു പെൺകുട്ടിയും ഇരിപ്പുണ്ട്. ഒരു ആഷ് കളർ കുർത്തിയും ജീൻസുമാണ് അവളുടെ വേഷം. ആ കുട്ടി ഭയത്തോടെ തല താഴ്ത്തിയിരിക്കുകയാണ്. അവൾക്ക് ധൈര്യം കൊടുക്കാനെന്നോണം അനൂപ് അവളുടെ കൈകളിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. ഷാജി കുഞ്ഞച്ചൻ അവർക്ക് മുന്നിൽ നിന്ന് കൈയും കാലുമൊക്കെ ഇളക്കി കീചകവധം കഥകളിയാടും പോലെ നിന്ന് അട്ടഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. രമച്ചിറ്റ തൊട്ടടുത്ത് തന്നെ മറ്റൊരു കസേരയിൽ തല കുനിച്ചിരുന്നു കൊണ്ട് കരയുന്നു. ഷാജി കുഞ്ഞച്ചന്റെ അനിയന്മാരുടെ ഭാര്യമാർ ചിറ്റയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അടുത്തു തന്നെ നിൽക്കുന്നുമുണ്ട്. ചിറ്റേ? അകത്തേക്ക് കയറി ചെന്ന വിഭ വിളിച്ചത് കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. ദേവന്നല്ല, ഇത്തരം കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റിയ ആളാണ് വന്നേക്കുന്നത്. ഇനി എന്താണെന്ന് വെച്ചാൽ അവള് തീരുമാനിച്ചോളും. വിഭയെ കണ്ടതും ഷാജി കുഞ്ഞച്ചൻ ചൊറിഞ്ഞത് കേട്ട് സുദേവിന്റെ കൈ തെരിച്ചു. അവൻ നെറ്റിയിൽ തിരുമിക്കൊണ്ട് ക്ഷോഭമടക്കാൻ ശ്രമിച്ചു. അതിനിടയിൽ വിഭയെ കണ്ട രമച്ചിറ്റ കരഞ്ഞു വിളിച്ച് പറയാൻ തുടങ്ങി. ഇവൻ ഈ ചെയ്തു വെച്ചേക്കുന്നത് കണ്ടോ മോളെ? ഒരു വാക്ക് നമ്മളോട് ആരോടെങ്കിലും ഇവൻ പറഞ്ഞായിരുന്നോ? ഇനി ഈ കൊച്ചിനെ അന്വേഷിച്ച് ആരെങ്കിലുമൊക്കെ വന്ന ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം ഓർത്തിട്ട് പേടിയായിട്ട് വയ്യ. ചിറ്റ സമാധാനപ്പെട്, നമുക്ക് വഴിയുണ്ടാക്കാം. നീ സുദേവ് പറഞ്ഞത് കേട്ട് ഷാജി കുഞ്ഞച്ചന്റെ നോട്ടം അവന് നേർക്കായി. അല്ല, താനാരാ? കുഞ്ഞച്ചൻ എന്നെ മനസ്സിലായില്ലേ? ഞാനല്ലേ വിഭയുടെ ഭർത്താവ്. അന്ന് കുഞ്ഞച്ചനല്ലേ ആ സരോജിനി അമ്മമ്മയോടൊക്കെ വിളിച്ചു പറഞ്ഞത്.
ആ ആളാണ് ഇയാള്. ഇപ്പോ മനസ്സിലായോ? അത് കേട്ടതും പുള്ളിയുടെ മുഖം ഇഞ്ചി കടിച്ചതുപോലെ ആദ്യമൊന്ന് ചമ്മിയെങ്കിലും ഉടനെ തന്നെ ദേഷ്യം മുഖത്തണിഞ്ഞ് വീണ്ടും സുദേവിന്റെ നേർക്ക് നോക്കി. പക്ഷെ ആ ടെൻഷന്റെ ഇടയിലും വിഭയ്ക്ക് അവന്റെ വർത്തമാനം കേട്ട് ചിരി വന്നു. അതിന് തനിക്കെന്തെവിടെ കാര്യം? പിടിച്ചു പുറത്താക്കാൻ എന്നതുപോലെ അടുത്തേക്ക് വന്ന ഷാജി കുഞ്ഞച്ചന്റെ കയ്യിൽ സുദേവ് പിടിച്ച് തടുത്തു നിർത്തി. കുഞ്ഞച്ചൻ ചുമ്മാ പ്രഷർ കൂട്ടാതെ അവിടെ എവിടെയെങ്കിലും ഇരിക്കുന്നേ. എന്റെ അനിയൻ SI ആണ്, അവനിപ്പോ വരും. തന്റെ കയ്യിൽ കയറി പിടിച്ച കൈകളുടെ കരുത്തും അതോടൊപ്പം SI എന്നും കൂടി കേട്ടതോടെ കുഞ്ഞച്ചൻ മന്ത്രം കേട്ട ബാധയെപ്പോലെ അടങ്ങി. ദീപ അതിനിടയിലും രമച്ചിറ്റയെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. ഒരു കസേര വലിച്ച് അനൂപിന്റെയും ആ കുട്ടിയുടെയും മുന്നിലേക്ക് ഇട്ട ശേഷം സുദേവ് അതിലേക്കിരുന്നിട്ട് അവരെ നോക്കി. അനൂപേ, ആരായി കുട്ടി? സുദേവേട്ട, ഇത് നവോമി. +2 വരെ എന്റെ കൂടെ പഠിച്ചിരുന്നതാ. അത് കഴിഞ്ഞ് ഇവള് നേഴ്സിംഗ് പാസ്സായി. ഇപ്പോ നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റിൽ നേഴ്സായി ജോയിൻ ചെയ്തു. നിങ്ങൾ തമ്മിൽ? ആ ചോദ്യം കേട്ട് അനൂപ് ആ കുട്ടിയുടെ നേരെ നോക്കി. അവളൊന്ന് മുഖമുയർത്തി അവനെ നോക്കിയിട്ട് വീണ്ടും മുഖം കുനിച്ചിരുന്നു. പഠിക്കുമ്പോൾ മുതൽ തന്നെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ചേട്ടാ. കുറച്ചു നാളായി ഇവളുടെ വീട്ടിൽ വിവാഹത്തിന് നിർബന്ധിക്കുന്നു. ഞങ്ങളുടെ വിവാഹത്തിന് ഇവളുടെ അപ്പനും സഹോദരന്മാരും ഒന്നും സമ്മതിക്കില്ല എന്നറിഞ്ഞുകൊണ്ടാ ഞങ്ങൾ വിവാഹം കഴിച്ചത്. ഓഹോ, അപ്പൊ കല്യാണവും കഴിഞ്ഞോ? കൊള്ളാം, കേക്കടി നിന്റെ വളർത്തു ദോഷം. അടങ്ങിയിരുന്ന കൊച്ചച്ചൻ വീണ്ടും ഒച്ചയെടുക്കാൻ തുടങ്ങിയതോടെ സുദേവ് മീശയുടെ തുമ്പൊന്ന് കടിച്ച് അങ്ങേരെ കനത്തിലൊന്ന് നോക്കിയതും ആശാൻ പഴയതുപോലെ ശാന്തനായി തിരികെയിരുന്നു. അനൂപേ, അങ്ങനെ ചുമ്മാ കയറി വിവാഹം കഴിക്കാനൊന്നും പറ്റില്ല. അതിന് ചില നിയമവശങ്ങളൊക്കെ ഉണ്ട്. അറിയാൻ ചേട്ടാ, ഞങ്ങള് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം തന്നെയാ വിവാഹം കഴിച്ചത്. അതിന്റെ സർട്ടിഫിക്കറ്റും ഉണ്ട്. പഷ്ട്. തല വെട്ടിച്ച് പിറുപിറുത്ത കുഞ്ഞച്ചന്റെ മുന്നിലേക്ക് സുദേവ് എഴുന്നേറ്റ് ചെന്നു. കുഞ്ഞച്ച, ഒരു മിനിറ്റ് ഒന്ന് വന്നേ. എന്തിനാ? മുന്നിൽ നിൽക്കുന്നവനെ കുരിശ് കണ്ട ചെകുത്താനെ പോലെ കുഞ്ഞച്ചനൊന്ന് നോക്കി. അവനെങ്ങാനും ഇനി ബലം പ്രയോഗിച്ച് തന്നെ തൂക്കിയെടുത്താലോ എന്ന് പേടിച്ച് പുള്ളി ഇരുന്ന കസേരയുടെ കൈകളിൽ മുറുക്കെ പിടിച്ചു. വന്നേ, പറയട്ടെ. അവൻ അങ്ങേരുടെ കയ്യിൽ ബലമായി പിടിച്ചതും പുള്ളി താനെ എഴുന്നേറ്റ് പെണ്ണ് കാണാൻ വന്ന ചെക്കൻ സംസാരിക്കാൻ വിളിച്ചപ്പോൾ പുറകെ പോകുന്ന പെണ്ണിനെ പോലെ ഹാളിലിരുന്നവരെ തിരിഞ്ഞൊന്നു നോക്കിയിട്ട് മുഖം കുനിച്ച് അവന്റെ പുറകെ അകത്തെ മുറിയിലേക്ക് കയറി. കുഞ്ഞച്ച, കാര്യം പറഞ്ഞു വരുമ്പോ എന്തു തന്നെയായാലും കുഞ്ഞച്ചനിത് ലാഭമാണ്. ആ കൊച്ച് നേഴ്സിംഗ് പാസ്സായ കൊച്ചാണ്. മാത്രമല്ല ജോലിയും ഉണ്ട്. പിന്നെ ക്രിസ്ത്യാനി. അതൊക്കെ ഇന്നത്തെ കാലത്തൊരു പ്രശ്നമാണോ? കുഞ്ഞച്ചനൊന്ന് ആലോചിച്ചേ. ഒരു കല്യാണം നടത്തണമെങ്കിൽ ഇപ്പോ എന്താ ചെലവ്? ഇതിപ്പോ ചുളുവിൽ കാര്യം സാധിച്ചില്ലേ? ആ കാശ് മൊത്തം കുഞ്ഞച്ചന്റെ പോക്കറ്റിലിരിക്കും. കുഞ്ഞച്ചന് ആലോചിക്കാനുള്ള അവസരം നൽകിക്കൊണ്ട് അവൻ പുള്ളിയുടെ മുഖത്തേക്ക് നോക്കി. ഷോക്കടിപ്പിച്ചപ്പോ ബോധം തെളിഞ്ഞ പോലെ കണ്ണും മുകളിലേക്കാക്കി ചിന്തപ്പുറത്താണ് ആള്. അല്പനേരത്തെ ചിന്തകൾക്കൊടുവിൽ കണക്കു പറഞ്ഞപ്പോൾ കാശിങ്ങോട്ട് കിട്ടാനുണ്ടെന്ന് കേട്ട പലിശക്കാരനെ പോലെ പുള്ളി അവനെ നോക്കി. ശരിയാണല്ലേ? പിന്നല്ലാതെ. ഇനിയിപ്പോ കുറച്ചു കഴിയുമ്പോ ആ കൊച്ചെങ്ങാനും വിദേശത്ത് വല്ല ജോലിയും കിട്ടിപ്പോയ പിന്നെ കുഞ്ഞച്ചൻ ആരാ? ഈ നേഴ്സുമാർക്കൊക്കെ പുറത്ത് നല്ല ഡിമാൻഡാ. സുദേവ് അവസാനത്തെ ആണി കൂടി അങ്ങ് അടിച്ചു കൊടുത്തു. പക്ഷേ എനിക്ക് പേടിയതല്ല. മോന്റെ പേരെന്താണെന്നാ പറഞ്ഞേ? സുദേവ്. ആ, സുദേവ് മോൻ. മോനെ, ഈ പെൺകൊച്ചിന്റെ ആൾക്കാരെ വീട്ടിൽ കയറി വല്ല പ്രശ്നം ഉണ്ടാക്കുമെന്നാ എനിക്ക് പേടി. അതിനല്ലേ ഞാനിവിടെ ഉള്ളത്. കുഞ്ഞച്ചൻ ധൈര്യമായിട്ടിരിക്കേ. ഒരുത്തനും ഇവിടെ കയറി ഒരു ചുക്കും ചെയ്യില്ല. എന്റെ അനിയന് പോരും. ഞാൻ പറഞ്ഞില്ലേ, അവനിവിടെ കളമശ്ശേരിയിലെ SI ആണ്. അതോടെ പുള്ളി ഹാപ്പിയായി. എന്നാ പിന്നെ എനിക്കെന്താ കുഴപ്പം? അതാണ്. കുഞ്ഞച്ചനിങ്ങ വന്നേ, ചിറ്റയെ ഒന്നുപോയി ആശ്വസിപ്പിക്കേ. ഈരിയും പാമ്പും പോലെ അകത്തേക്ക് പോയവർ ഒരമ്മ പെറ്റ അളിയന്മാരെ പോലെ ചിരിച്ച് സന്തോഷിച്ച് തിരികെ വരുന്നത് കണ്ട് ചിറ്റയും വിഭയും വാ പൊളിച്ചു. എടീ, ഞാൻ ആലോചിച്ചപ്പോ കാര്യം ഇവൻ ചെയ്ത് തെറ്റാണെങ്കിലും ഈ കൊച്ചെന്ത് പിഴച്ചു? അല്ലേ തന്നെ നമ്മൾ ഇനി എതിരിന്നിട്ട് എന്ത് ചെയ്യാനാ? നീ ആ കൊച്ചിനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയിക്കേ. ചെകുത്താൻ വേദമോതുന്നത് കേട്ട കപ്പിയാരെ പോലെ
രമച്ചിറ്റ തലചരിച്ച് വിഭയെ നോക്കി. എന്റെ ബോധം പണ്ടേ പോയതാ എന്ന മട്ടിൽ നിൽക്കുകയാണ് അവൾ. ആ സമയത്താണ് പുറത്തൊരു കാറ് വന്നു നിൽക്കുന്ന ശബ്ദം അവർ കേട്ടത്. കാറിന്റെ ഡോറുകൾ വലിച്ചു തുറക്കുന്ന ശബ്ദത്തിനൊപ്പം ഒരലർച്ചയും പുറത്തുനിന്നും മുഴങ്ങി. ഏതവനടാ എന്റെ കൊച്ചിനെ തട്ടിക്കൊണ്ടുവന്നത്? ജിയോമ്മയുടെ ഇറക്കി വിടറവളെ. പുറത്തു നിന്നിരുന്ന ഷാജി കുഞ്ഞച്ചന്റെ സഹോദരന്മാർ വെള്ളം കയറുമ്പോൾ എലി ചാടുന്നത് പോലെ അകത്തേക്ക് ചാടിക്കയറിയിട്ട് അവിടെ നിന്നും പുറത്തേക്ക് എത്തി നോക്കി. അച്ഛൻ. അനൂപിനൊപ്പം ഇരുന്ന നവോമി പറഞ്ഞത് കേട്ട് സുദേവ് തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകളിൽ മിന്നിയ ഭയം കണ്ട് അനൂപ് അവളെ ചേർത്തു പിടിച്ചു. സുദേവ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും വിഭ അവന്റെ കയ്യിൽ കയറി പിടിച്ചു. ഏയ് പേടിക്കണ്ട. അവൻ അവളെ കണ്ണു ചിമ്മി കാട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അനൂപും അവനോടൊപ്പം പുറത്തേക്ക് ചെന്നു. കുഞ്ഞച്ചനും സഹോദരന്മാരും ഓടാൻ തയ്യാറായി വാതിൽക്കൽ തന്നെ നിന്നതേയുള്ളൂ. മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു ഇന്നോവയിൽ ചാരി മധ്യവയസ്കനായ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാൾക്ക് ഇരുവശത്തുമായി നല്ല ആരോഗ്യവും അത്യാവശ്യം ഉയരവുമുള്ള രണ്ട് ചെറുപ്പക്കാർ. സുദേവ് താഴേക്കിറങ്ങി അവർക്ക് മുന്നിലേക്ക് ചെന്നു. മുന്നിൽ നിന്നവരെ കണ്ണുകൾ കൊണ്ടൊന്ന് അളന്നിട്ട് അവൻ ചോദിച്ചു, എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്നോ? മര്യാദക്ക് ഇറക്കി വിടറവളെ. ഇടതുവശത്ത് നിന്നിരുന്ന ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്ന് ഒച്ചയെടുത്തു. ആരെ ഇറക്കി വിടുന്ന കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ ആരാ? കാറിൽ ചാരി നിന്നിരുന്ന മധ്യവയസ്കൻ മുന്നിൽ നിന്ന ചെറുപ്പക്കാരനെ കൈകൊണ്ട് മാറ്റി നിർത്തിയിട്ട് മുന്നോട്ട് കയറി നിന്നു. എന്റെ മകൾ നവോമി ഫെർണാണ്ടസ്, അവളുടെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ മര്യാദയ്ക്ക് അവളെ ഇറക്കി വിടണം. വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന പെണ്ണാണ് അവൾ. അപ്പൻ എന്നാത്തിനാ ഇതൊക്കെ ഇവനോട് പറയാൻ നിൽക്കുന്നേ? മാറിക്കേ, അപ്പനെങ്ങ് മാറിക്കേ. അവളെ ഞാൻ പിടിച്ചിറക്കി കൊണ്ടുവരാം. വലതുവശത്ത് നിന്നിരുന്ന രണ്ടാമത്തവൻ അപ്പനെ ഒതുക്കി നിർത്തി മുന്നോട്ട് കയറാൻ ശ്രമിച്ചതും സുദേവ് കൈകൾ വിടർത്തി അവന് വട്ടം കയറി നിന്നു. മാറടാ അങ്ങോട്ട്. ശബ്ദമുയർത്തിക്കൊണ്ട് അവൻ സുദേവിനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. ഞാൻ പറയുന്നതെന്ന് നിങ്ങൾ ദയവായി കേൾക്കൂ. ആ കുട്ടിയെ ഇവൻ നിയമപരമായി വിവാഹം കഴിച്ചതാണ്. സുദേവ് വിളിച്ചു പറഞ്ഞത് ശ്രദ്ധിക്കാതെ മുന്നിൽ നിന്നവൻ അവന്റെ കോളറിൽ പിടിച്ച് അവനെ വലിച്ചു മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അതത്ര എളുപ്പമല്ലെന്ന് മനസ്സിലായതും അവൻ തിരിഞ്ഞ് മറ്റേ ചെറുപ്പക്കാരന്റെ നേർക്ക് നോക്കി. അവനും കൂടി മുന്നോട്ട് വന്നതോടെ അനൂപും അവനെ തടയാനായി മുന്നിലേക്ക് കയറി. അതോടെ അതൊരു ചെറിയ ഉന്തും തള്ളുമായി മാറി. സുദേവിന്റെ കോളറിൽ കയറി പിടിച്ചവന്റെ കൈ വിടിവിക്കാനായി അവൻ ശ്രമിക്കുന്നതിനിടയിൽ രണ്ടാമത്തവൻ അനൂപിനെ തള്ളി താഴെയിട്ടു. വരാന്തയിൽ അത് കണ്ടു നിൽക്കുകയായിരുന്ന രമച്ചിറ്റ കരഞ്ഞുകൊണ്ട് താഴേക്ക് ഓടിയിറങ്ങി. ചിറ്റക്ക് പിറകെ വിഭയും അവർക്കിടയിലേക്ക് ഓടി. അവർ രണ്ടുപേരും കൂടി അനൂപിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവനെ പിടിച്ച് തള്ളിയവൻ ഓടി വന്ന് അനൂപിന്റെ തോളത്ത് ആഞ്ഞൊന്ന് ചവിട്ടി. അതോടെ എഴുന്നേൽക്കാൻ ശ്രമിക്കുകയായിരുന്ന അനൂപ് വീണ്ടും താഴേക്ക് വീണുപോയി. അവനോടൊപ്പം രമച്ചിറ്റയും വിഭയും കൂടി താഴേക്ക് മറിഞ്ഞു വീണു. അത് കണ്ടതോടെ സുദേവ് തന്റെ കോളറിൽ പിടിച്ചിരിക്കുകയായിരുന്നവന്റെ കൈക്കുഴയുടെ താഴെ നടുവിരൽ മടക്കി കൂർപ്പിച്ച് ശക്തിയായി ഒന്ന് കുത്തി. കൈ കട്ടുകഴക്കുന്നത് പോലെ വേദനയെടുത്ത അവൻ പിടിവിട്ട് കൈകുടഞ്ഞപ്പോൾ സുദേവ് അവനെ ശക്തിയോടെ തള്ളിമാറ്റിയിട്ട് അനൂപിനെ ചവിട്ടാൻ വീണ്ടും കാലുയർത്തിയ രണ്ടാമനെ വട്ടം പിടിച്ച് അനൂപിന്റെ മുന്നിൽ നിന്നും വലിച്ചുമാറ്റി. സുദേവ് പിടിച്ചു തള്ളിയവൻ ഇന്നോവയുടെ ബോണറ്റിൽ ചെന്നടിച്ച് താഴേക്ക് വീണു. അനൂപിനെ ചവിട്ടാൻ നിന്ന രണ്ടാമനും സുദേവ് വലിച്ചു മാറ്റിയപ്പോൾ നില തെറ്റി താഴേക്ക് വീണുപോയി. താഴെ വീണ് കിടന്നിരുന്ന അനൂപ് ചാടി എഴുന്നേറ്റ് അവനെ ചവിട്ടിയവനെ നിലത്തിട്ട് ഒന്ന് ചവിട്ടി. വിഭയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയായിരുന്ന സുദേവ് അത് കണ്ട് അനൂപിനെ പുറകിൽ നിന്നും പിടിച്ച് മാറ്റി നിർത്തി. ആ സമയം ഇന്നോവയിൽ ചെന്നിടിച്ച് താഴെ വീണവൻ നിലത്തു നിന്നും കിട്ടിയ ഒരു മടലുമായി അനൂപിന് നേർക്ക് ഓടിയെടുത്തു. ഓടി വന്നവൻ അനൂപിന്റെ തലയ്ക്ക് നേരെ അത് ഉയർത്തുന്നത് കണ്ട് അവന് തൊട്ടുപിന്നിൽ നിന്ന വിഭ കണ്ണുകൾ പൊത്തി ഉറക്കെ കരഞ്ഞു. നിലത്തു നിന്നും എഴുന്നേൽക്കുകയായിരുന്ന രമച്ചിറ്റയും അത് കണ്ട് വിറങ്ങലിച്ചു പോയി. തനിക്ക് നേരെ വീശിയ മടല് കണ്ട് അടി കൊള്ളാതിരിക്കാൻ അനൂപ് പെട്ടെന്ന് താഴേക്ക് കുനിഞ്ഞതും അവന് തൊട്ടുപിന്നിൽ നിന്നിരുന്ന വിഭയ്ക്ക് ആ അടി കൊള്ളുമെന്ന് മനസ്സിലാക്കിയ സുദേവ് മുന്നിലേക്ക് ചാടി കൈ ഉയർത്തി അടി തടഞ്ഞു. ഒരു മിന്നലടിച്ചതുപോലെ അവന്റെ കൈ വേദനിച്ചു, പിന്നെ മരവിച്ചു.
ആ സമയത്ത് ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്ന ഒരു ബുള്ളറ്റിന്റെ ലൈറ്റ് അവരുടെ മേൽ പതിച്ചു. എല്ലാവരും തിരിഞ്ഞു നോക്കി. ബുള്ളറ്റിന് മുകളിൽ SIയുടെ ഔദ്യോഗിക വേഷത്തിലിരിക്കുന്ന ശ്രീഹരിയെ കണ്ടതും സുദേവിനെ തല്ലിയവൻ മടല് താഴേക്കിട്ടു. അടികൊണ്ട വലത് കൈ ഇടത് കൈകൊണ്ട് താങ്ങിപ്പിടിച്ച് മുഖം ചുളിച്ചു നിൽക്കുന്ന സുദേവിനെ കണ്ട് വിഭ വാ വിട്ട് കരഞ്ഞുകൊണ്ട് അവനെ വട്ടം കെട്ടിപ്പിടിച്ചു. തുടരും. പറയാൻ ഇനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. കഥ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം അഭിപ്രായങ്ങൾ പറയുകയും പരിചയമുള്ളവർക്കൊക്കെ കഥയുടെ ലിങ്ക് ഷെയർ ചെയ്തു കൊടുത്ത് സപ്പോർട്ട് ചെയ്യുകയും വേണേ.